ഇന്നത്തെ എൻ്റെ യാത്ര മധ്യപ്രദേശിലെ തെക്കൻ പൂരിനടുത്തുള്ള ചിർലി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ്. കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ചിർലി. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങൾ. ഇവരുടെ കൃഷിയിടങ്ങൾ കന്നുകാലികളെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ഇവിടെ കമ്പിവേലി കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതിനു പുറമെ കമ്പിവേലിയോട് ചേർന്ന് ഇവർ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഗ്രാമത്തിലാണ്, മധ്യപ്രദേശിലെ. ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. पहला नंबर और दूसरा नंबर इनका है। दूसरा ये नेताजी है हमारे। नेताजी सुभाष चंद्र बोस नेताजी। बताओ। महाराज सिंह। महाराज सिंह। अच्छा क्या गाँव के मुखिया। नाम नाम बोलो, नाम क्या? नाम जयराम गैराम बघेल। സൂപ്പർ. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ മുഖമുദ്രയായി ഇതുപോലുള്ള ട്രാക്ടറുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇടതു സൈഡിലായി കാണുന്നത് ശിവമന്ദിറാണ്. മറ്റ് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് വൃത്തിയുള്ളൊരു ഗ്രാമം തന്നെയാണിത്. ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തേക്കാത്ത ഈ വീടുകൾ മറ്റൊരു കാഴ്ച കൂടിയാണ്. വൈദ്യുതീകരിച്ചതും ജലസേചന സൗകര്യവും ഇവിടെയുണ്ട്. കേരളത്തിലേതുപോലെ തന്നെ കാവുകൾ ഇവിടെയുമുണ്ട്. കൽദൈവങ്ങളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ചാണകവർലികളാണ്. മണ്ണും ചാണകവും മിക്സ് ചെയ്താണ് ഇതുണ്ടാക്കുന്നത്. ചൂടുകാലത്ത് വീടിനകത്ത് തണുപ്പ് നിലനിർത്തുന്നതിനായി ഇത് ചുമരിൻ്റെ പുറത്ത് തേച്ചു പിടിപ്പിക്കാറുണ്ട്. ശുദ്ധമായ വായു, ശാന്തമായ ജീവിതം, പ്രകൃതിയോടടുത്തുള്ള ബന്ധം, ആരോഗ്യപരമായ ഭക്ഷണം, ഇതാണ് ഗ്രാമം. സായാഹ്നങ്ങളിലുള്ള ഈ ഒത്തുചേരലുകളും പരസ്പര സഹായവും നഗരങ്ങളിൽ നിന്നും ഗ്രാമത്തെ വേർതിരിക്കുന്ന ഒരു ഘടകം. ലളിതമായ ജീവിതം പുലരുന്ന ഗ്രാമങ്ങൾ.
ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല മനുഷ്യരാണ്, നല്ല സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെങ്കല്ലും മണ്ണും ഉപയോഗിച്ച മതിലുകളാണ്. അതിനകത്താണ് ഇവരുടെ വീട്, തൊഴുത്ത്, ചെറു കൃഷിയിടങ്ങൾ. വയലിന് നടുക്കൊറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളുമുണ്ട് ഇവിടെ. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു കുടിൽ കണ്ടു. അതായത് ഇവർ താമസിക്കുന്ന കുടിലല്ല, ഇവർ കൃഷിക്ക് വേണ്ടിയിട്ട് താമസിക്കുന്നതാണ്. ചെറിയൊരു കുടിൽ കണ്ടില്ലേ, ചെറിയൊരു കുടിൽ. കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ ഓട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ കൃഷിയിടത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ഇവർ താൽക്കാലികമായി താമസിക്കുന്ന കുടിലുകളാണെന്നല്ല. നഗരങ്ങളിലൂടെ ഇന്ത്യ വളരുമ്പോൾ ഗ്രാമങ്ങളിലൂടെ ഇന്ത്യ ജീവിക്കുന്നു.